ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം. ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി വീണ്ടും പബ്ലിക് കേരളയുടെ വാർത്ത ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. UAE രാജകുടുംബാംഗത്തിന്റെ ഈ ട്വീറ്റിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരു ദുഃഖവാർത്തയും കൂടിയുണ്ട്. ദുഃഖവാർത്ത എന്ന് പറയുന്നത് സംഘപരിവാർ പ്രവർത്തകർ കാരണം നല്ലവരായ ഹൈന്ദവർക്ക് അറബ് ലോകത്ത് തിരിച്ചടികൾക്കുള്ള വഴിയൊരുക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകർ. പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് അറബികളെ മോശമായി ചിത്രീകരിക്കുന്നു. അറബികൾ കള്ളന്മാരാണ് എന്ന് പറയുന്നു. അറബികൾ ലൈംഗിക അടിമകളാണ് എന്ന് പറയുന്നു. അങ്ങനെ അറബികളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നു. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അറബ് ലോകത്തെ സംഘപരിവാർ പ്രവർത്തകരും മുന്നോട്ട് വരുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൊറോണ കാലത്തും ഇതേ അവസ്ഥ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അറബ് ലോകത്തെ സംഘികൾ അതുമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. എന്നാൽ ഈ സാഹചര്യത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് UAE രാജകുടുംബാംഗമായിട്ടുള്ള ഷാർജ രാജകുടുംബാംഗമായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ ഒരു ട്വീറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. ആ ട്വീറ്റ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ്: നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നത് പോലെ, അവരെ വേട്ടയാടുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഹിന്ദുക്കളെ വേട്ടയാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ അതിന് നിങ്ങൾ നിർബന്ധിപ്പിക്കുകയാണോ എന്നാണ് ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി ചോദിക്കുന്നുള്ളത്. ഷെയ്ഖ ഹിന്ദ് ബിന്ദ് ഫൈസൽ അൽ കാസിമി ഹിന്ദു എന്ന ഒരു പ്രയോഗം നടത്തിയത് ശരിയല്ല എന്ന ഒരു അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഹിന്ദു പ്രശ്നക്കാരനല്ല, സംഘപരിവാർ പ്രവർത്തകരാണ് പ്രശ്നക്കാർ. അവരുടെ പേര് തന്നെയാണ് അവിടെ വെളിപ്പെടുത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ സംഘപരിവാർ പ്രവർത്തകർ കാരണം രാജ്യത്തെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഹൈന്ദവരെ മോശമാക്കി ചിത്രീകരിക്കേണ്ട ഒരവസ്ഥ അറബ് ലോകത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സംഘപരിവാറിനെ നിലക്ക് നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം അവർ വലിയ അപകടമാണ്. ഈ രാജ്യത്ത് മാത്രമല്ല, മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ ഇന്ത്യക്കാരെ ഒരു വർഗീയവാദികളായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നുള്ളത്. ഈ അപകടത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മളാണ്. ദുബായിലൊക്കെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് അവരെ മലയാളികളായിട്ടുള്ള മതേതരത്വ വിശ്വാസികൾ പോലീസിനെ ഏൽപ്പിക്കുന്നു. ആ സമയം കേരളത്തിലെ ചില സംഘപരിവാർ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ചിട്ട് പറയുന്നു അത് ഹൈന്ദവ വേട്ടയാണ് എന്നൊക്കെ. അത് ഹൈന്ദവ വേട്ടയല്ല. നിങ്ങൾ ഹൈന്ദവന്റെ പേരിൽ ആ വിഷയത്തെ കൊണ്ടുപോകേണ്ട. ഹൈന്ദവൻ തെറ്റുകാരനല്ല. ഹൈന്ദവന് തെറ്റു ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം ഹൈന്ദവന് സംസ്കാരം എന്താണ് എന്ന് വളരെ വ്യക്തമായി അറിയാം. സംഘപരിവാർ പ്രവർത്തകരാണ് അറബ് ലോകത്ത് പ്രശ്നക്കാർ, ഹൈന്ദവരല്ല. അവരെയാണ് വേട്ടയാടേണ്ടത്. അവർ പ്രശ്നമുണ്ടാക്കി അവസാനം ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അറബ് ലോകത്തെത്തുന്ന പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഹൈന്ദവരെയും പ്രശ്നത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ, ധീരമായ നിലപാടുകളാണ് അവിടെ മുന്നോട്ട് വെക്കുന്നുള്ളത്. കാരണം ഇനി ഞങ്ങൾ സഹിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അറബ് ലോകം പറയുന്നുള്ളത്. അതിനാൽ ഹൈന്ദവ സഹോദരന്മാർ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഹൈന്ദവ സഹോദരന്മാരെ നിങ്ങൾ തന്നെയാണ്. ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പടച്ചുവിടുന്നവരെ വേട്ടയാടേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ വേട്ടയാടിക്കഴിഞ്ഞാൽ അതിനെ ജിഹാദി തലത്തിലേക്ക് ചിത്രീകരിക്കാൻ ഇവിടെയുള്ള സംഘപരിവാർ മാധ്യമങ്ങൾക്ക് സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം അതേപോലെയുള്ള ഒരു സംഭവം തന്നെ UAE നടന്നിരുന്നു. കാരണം ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയ ഒരാളെ അവിടെയുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ തന്നെ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചതാണ്. അതിനാൽ തന്നെ അറബ് ലോകം ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ, വളരെ വ്യക്തമായ രീതിയിൽ രാജകുടുംബാംഗങ്ങൾ അവരുടെ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ അപകടത്തിലേക്ക് പോകുന്നത് നമ്മളാണ്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് അറബ് ലോകത്ത് നിന്ന് വിദ്വേഷ
പ്രചരണം നടത്തുന്ന സംഘപരിവാരുകാരെ, ഇന്ത്യയിൽ നിന്ന് വിദ്വേഷ പ്രചരണം നടത്തുന്ന സംഘപരിവാരുകാരെ നമ്മൾ തേടിപ്പിടിച്ച് നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ പറ്റാവുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേ ട്വീറ്റിൽ ഷെയ്ഖ ഹിന്ദ് ബിന്ത് ഫൈസൽ അൽ കാസിമി ഇന്ത്യയുടെ നന്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയും UAEയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. ഒരിക്കൽ പോലും ഇന്ത്യയും UAEയും തമ്മിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യക്കാരെ ഒരേ കണ്ണുകൊണ്ടാണ് കണ്ടത് എന്ന് ഷെയ്ഖ ഹിന്ദ് ബിന്ത് ഫൈസൽ അൽ കാസിമി വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലും ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് മതേതരത്വ നിലപാട് തന്നെയാണ് UAEക്കുള്ളത്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങളും അറബ് ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളും ആ നിലപാടുകളെ ചൊടിപ്പിക്കുന്ന രീതിയിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.